ഇന്ത്യയുടെ ഊർജ്ജ തെരഞ്ഞെടുപ്പുകൾ വിദേശ രാജ്യങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ന വാദം അടിസ്ഥാനരഹിതം എന്ന് വിലയിരുത്താൻ ഈ കണക്കുകൾ മാത്രം മതി. ഇപ്പോഴിതാ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ അമേരിക്ക ഇന്ത്യക്ക് അനുമതി നൽകി എന്നാണ് പ്രചാരണം. ഇന്ത്യക്ക് എണ്ണ വാങ്ങാൻ അമേരിക്കയുടെ ഔദാര്യം ആവശ്യമാണ്. 2026 ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യക്ക് ഏറ്റവും അധികം എണ്ണ എത്തിച്ച രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയാണ്. പ്രതിദിനം ഏകദേശം 10 ലക്ഷം ബാരൽ റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നു എന്ന കണക്കുകൾ. ഇന്ത്യയുടെ ഊർജ്ജ തെരഞ്ഞെടുപ്പുകൾ വിദേശ രാജ്യങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ന വാദം അടിസ്ഥാനരഹിതം എന്ന് വിലയിരുത്താൻ ഈ കണക്കുകൾ മാത്രം മതി. ഇപ്പോഴിതാ സംഘർഷം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ മറ്റൊരു ഇറാനിയൻ കപ്പലിന് അഭയം നൽകിയിരിക്കുന്നു ഇന്ത്യ. കപ്പൽ കൊച്ചി തുറമുഖത്താണ് IRIS ലവാൻ നങ്കൂരം ഇട്ടിട്ടുള്ളത്. കപ്പലിൽ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് കൊച്ചിയിൽ അടിയന്തര ഡോക്കിംഗ് നടത്താൻ അനുമതി തേടിയത്. 183 പേരടങ്ങുന്ന സംഘത്തെ കൊച്ചിയിലെ തന്നെ നാവിക കേന്ദ്രങ്ങളിൽ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം. ഈ കപ്പലിന് നങ്കൂരമിടാൻ അനുമതി നൽകിയത് കൊച്ചി കോർപ്പറേഷനോ കേരള സർക്കാരോ അല്ല. അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്നു എന്ന് വിമർശനം നേരിടുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുരാജ്യമായ ഇറാന് അനുമതി നൽകിയത് കേന്ദ്ര സർക്കാരാണ്.